ലൈറ്റ്സ് ഓഫ് ലിയ വ്യൂ പോയിന്റിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് സൊഹറയിലേക്കുള്ള യാത്രയിലാണ്. ലൈറ്റ്സ് ഓഫ് ലിയ വിട്ട് മുന്നോട്ട് വരുമ്പോൾ കുറച്ചധികം കയറ്റങ്ങളും ഇറക്കങ്ങളുമുള്ള വളഞ്ഞു തിരിഞ്ഞുമുള്ള കുറച്ച് റോഡുകളെല്ലാം കടന്ന് രണ്ട് സൈഡിലുമുള്ള കുറേ പൈൻ മരങ്ങളുടെ കാഴ്ചകളൊക്കെ കണ്ട് ഇടയ്ക്കിടെ കണ്ടുവരുന്ന വിശാലമായ തുറന്ന താഴ്വരയും മഴക്കാലമായതുകൊണ്ട് തന്നെ വഴിയിലുടനീളം രൂപപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ട് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് ഉള്ളിലോട്ടായി നല്ലൊരു വ്യൂ പോയിന്റ് ഞങ്ങൾ കണ്ടു. ഈ വ്യൂ പോയിന്റ് ഇവിടെ വേറെ ബോർഡൊന്നും വെച്ചിട്ടില്ല, പക്ഷെ ചെറിയ പടവുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. റോഡിൽ നിന്ന് തന്നെ പടവുകൾ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. ആ പടവുകൾ കണ്ടപ്പോഴാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത്. വണ്ടി സൈഡാക്കിയിട്ട് ഞങ്ങൾ ആ പടവുകളിലൂടെ ഉള്ളിലോട്ട് കുറച്ചു ദൂരം നടന്നു നോക്കി. സൊഹ്റാറിം എന്നറിയപ്പെടുന്ന വ്യൂ പോയിന്റാണിത്. ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു ശുദ്ധമായി ശ്വസിക്കുന്ന ഒരു എഫക്റ്റ് ആദ്യമേ തന്നെ ഫീൽ ചെയ്യും. പിന്നെ ഈ പടവുകളിലൂടെ കുറേ ദൂരം മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ വ്യൂ പോയിന്റ് കിട്ടുന്നത്. ഈ വ്യൂ പോയിന്റിന് ഗേറ്റ് വേ ഓഫ് സൊഹ്റ എന്നും പേരുണ്ട്. സൊഹ്റയുടെ മനോഹരമായ കാഴ്ചകളിലേക്കുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇത് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്ര മനോഹരമാണ് ഇവിടുത്തെ ഈ വ്യൂ പോയിന്റ്. ഞങ്ങൾ ആ പടവുകളിലൂടെ കുറച്ചു ദൂരം മുന്നോട്ട് കയറി ചെന്ന് നേരെ ചെന്ന് കയറുന്നത് ഈ വ്യൂ പോയിന്റിലോട്ടാണ്. ഞങ്ങളുടെ ഈ എൻ്റെ യാത്രയിൽ അതിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിന്റ് തന്നെയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. വ്യൂ പോയിന്റ് നിന്ന് നോക്കുമ്പോൾ മുന്നിലേക്ക് വിരിഞ്ഞു കിടക്കുന്ന മലനിരകൾ, ഇടയ്ക്കിടെ മേഘങ്ങൾ താഴേക്ക് പതിഞ്ഞ് ആ ഭാഗം മുഴുവനും മൂടി വരുന്നത് പോലെ നമുക്ക് തോന്നും. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും തെളിഞ്ഞു വരും. അത്രയ്ക്ക് മനോഹരം. ഇവിടെ കണ്ട ഒരു വ്യത്യസ്തമായൊരു കാഴ്ച ഇവിടെയുള്ള ഈ റോപ്പ് വേ ആണ്. മേലെയുള്ള ഗോഡൌണിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മേലിലോട്ടും സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റോപ്പ് വേ സംവിധാനം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാഴ്ചയിൽ ഇപ്പോൾ അത് പ്രവർത്തനരഹിതമാണ്, എന്നാലും ആ ഒരു സംവിധാനം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങേ മലയിൽ നിന്ന് അങ്ങേ മലയിലേക്ക് ഒരു റോപ്പ് വേ, അതിലൂടെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും. താഴെ കാണുന്ന ചെറിയ ചെറിയ ഗ്രാമങ്ങളും ഇടയ്ക്കൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വെള്ളി വര, അതും തെളിഞ്ഞു കാണാം. എല്ലാം കൂടി ഒരു സിനിമ ലൊക്കേഷൻ പോലെയാണ് തോന്നുന്നത്. ക്യാമറ എടുത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാതെ ഈ ഭാഗത്ത് കടന്നു പോകാം. അത്രയ്ക്ക് മനോഹരം. ഒരു ഹോളിവുഡ് സിനിമയുടെ ഫ്രെയിമിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വ്യൂ പോയിന്റ് ആയിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ വിൻഡോസിൻ്റെയൊക്കെ വാൾപേപ്പറിൽ കാണുന്ന അതേ ഒരു ഭൂപ്രകൃതി. കുറച്ചു നേരം ഞങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു. ഞാൻ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞതുപോലെ ഇവിടെയുള്ള ഒരു സീനറികളും നമുക്ക് ക്യാമറയിൽ പകർത്താതിരിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് മനോഹരമാണ്. ഈ പോകുന്ന വഴിയിലൂടെ കാണുന്ന ഈ മലനിരകളെല്ലാം കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ കണ്ട മറ്റൊരു വ്യൂ പോയിന്റാണ് ഈ കാണുന്നത്. വാ നൊങ്ക്ലെയർ എന്നാണ് ഈ വ്യൂ പോയിന്റിന്റെ പേര്. വാ എന്നാൽ കാസി ഭാഷയിൽ നദി എന്നർത്ഥം. വാ നൊങ്ക്ലെയർ എന്ന് പറയുമ്പോൾ മലകളുടെ നടുവിലൂടെ വളഞ്ഞൊഴുകുന്ന ഒരു മനോഹരമായ നദി. മലകൾക്കിടയിലൂടെ വെള്ളി വിരിച്ചതുപോലെ ഒരു നദി ഒഴുകി വരുന്നത് കാണാം. ഇവിടെ മുഴുവൻ കേൾക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പക്ഷികളുടെ ശബ്ദം ആരെയും ആകർഷിക്കുന്നതാണ്. കുറച്ചു നേരം നടന്നിറങ്ങി മുന്നോട്ട് പോയിട്ടാണ് നമ്മൾ ഈ വ്യൂ പോയിന്റിലേക്ക് എത്തേണ്ടത്. ഇറങ്ങിപ്പോകുന്ന വഴിയിലുടനീളമുള്ള കാഴ്ചകളും വളരെ മനോഹരമായിരുന്നു. ഞങ്ങൾ ആ വ്യൂ പോയിന്റ് അങ്ങോട്ടേക്ക് നടന്നിറങ്ങി.
നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിധം മനോഹരമായിട്ടുള്ള ഒരു താഴ്വര. ഖാസി മലനിരകളുടെ ഒരു നല്ല വ്യൂ നമുക്ക് ഈ വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ സാധിക്കും. അതുകൂടാതെ ഇവിടെ വീശിയടിക്കുന്ന നല്ല കാറ്റ്. ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിട്ട് ഇവിടെയും ഞങ്ങൾ കുറേ നേരം ചിലവഴിച്ചു. ഈ വഴിയിലുടനീളം കാണുന്ന നിരവധിയായ വ്യൂ പോയിന്റുകളിൽ ഏറ്റവും മനോഹരമെന്ന് പറയാൻ തോന്നുന്ന വ്യൂ പോയിന്റാണ്
വാക്കബ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂ പോയിന്റ് എത്തും. ഈ വാക്കബ വ്യൂ പോയിന്റ് ലിറ്ററലി സൊഹ്റയിലെ വെള്ളച്ചാട്ടങ്ങളുടെ രാജാവിനെ കാണാനുള്ള ജനാല പോലെ തന്നെയാണ്. ഷില്ലോങ്ങിൽ നിന്ന് സൊഹ്റയിലേക്ക് പോകുന്നവർ ഇവിടെ ഇറങ്ങി ഒന്ന് എൻജോയ് ചെയ്യാതെ പോകാൻ പാടില്ല. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് ഞങ്ങൾക്ക് ഇറങ്ങാൻ സാധിച്ചില്ല. എന്തെന്നാൽ ഞങ്ങളിവിടെ എത്തുമ്പോൾ ഓൾറെഡി ഇതിലേക്കുള്ള പ്രവേശന സമയം കഴിഞ്ഞു പോയിരുന്നു.